വോയിസ് ഇൻ ദ വിൽഡർനെസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, നിങ്ങൾ കേട്ട ദൈവശബ്ദം, നിങ്ങൾ കേട്ട പ്രവചനം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. എന്നെ ശ്രവിക്കുന്ന പ്രിയ എൻ്റെ സഹോദരങ്ങളോട് എനിക്കൊരൊറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ കേട്ട പ്രവചനത്തിൽ, നിങ്ങൾ കേട്ട ദൈവശബ്ദത്തിൽ, നിങ്ങൾ കേട്ട ദൈവ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ കൃത്യമായി വിശ്വാസം എന്നതിനെ പറ്റിയുള്ള നിർവചനം നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസത്തെപ്പറ്റി എബ്രായർ ലേഖനത്തിൽ ഇങ്ങനെയാണ്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കണ്ടത് എന്നതല്ല, നിങ്ങൾ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇങ്ങനെയാണ്: നിങ്ങൾ കാണാത്തത്, നിങ്ങൾ കേട്ടത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. എന്തുകൊണ്ടാണ് നിരവധി പ്രവചനങ്ങൾ, നിരവധി ദൈവശബ്ദങ്ങൾ, നിരവധി വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടും അത് നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ പോയത്? അതിൻ്റെ ഉത്തരം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ പ്രവചനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ദൈവശബ്ദത്തിൽ നിങ്ങൾ വിശ്വസിച്ചില്ല എന്നതാണ് അതിൻ്റെ കാരണം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ: നിങ്ങൾ വിശ്വസിച്ചാലാണ് ദൈവമഹത്വം കാണുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാപിക്കാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ആഹാബ് രാജാവ്, ആ രാജ്യത്തിൽ വന്നിരിക്കുന്ന ആത്മീയ മൂല്യച്യുതിയുടെ കാരണമായി ദൈവം ഏലിയ പ്രവാചകനെ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അയച്ചിട്ട് ഒരു ദൂത് പറയാൻ പറയുന്നുണ്ട്. ഏലിയ പ്രവാചകൻ കേട്ട പോലെ ദൈവം പറഞ്ഞ ദൈവശബ്ദത്തിനനുസരിച്ച് ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ആ രാജാവിൻ്റെ മുഖത്തു നോക്കി ദൈവം എന്താണോ പറഞ്ഞത് ആ ദൂത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ആഹാബ് രാജാവിനോട് ദൂത് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഏലിയാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: നീ കെരീത്തിലേക്ക് പൊക്കോ, നീ കെരീത്തിൽ പോയി താമസിച്ചോ, നിന്നെ പുലർത്തേണ്ടതിന്, നിന്നെ പോറ്റേണ്ടതിന്, നിനക്ക് ആഹാരം നൽകേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ കാക്ക എന്ന് പറയുന്ന പക്ഷിയെപ്പറ്റി ഒന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ഇതുള്ളതല്ലേ? ആ കാക്കയുടെ പ്രത്യേകത എന്താ? അത് കൊത്തിപ്പറിച്ച് തിന്നുന്ന, വലിച്ചു തിന്നുന്ന, അവശിഷ്ടങ്ങൾ കഴിക്കുന്ന, തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ആഹാരം കഴിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിലും കാക്ക എന്ന് പറയുന്ന പക്ഷി ഒരു ആഹാരവും വൃത്തിയായി കൊണ്ടു കൊടുത്ത ചരിത്രമില്ല. ആ കാക്കയോടാണ് തൻ്റെ പ്രവാചകനെ പോറ്റാൻ ദൈവം ഏൽപ്പിച്ചത്. പക്ഷേ ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ വലിയൊരു ദൂത് ഈ കൊട്ടാരം പോലുള്ള ഭയങ്കര സുരക്ഷാ മേഖലയിൽ ദൂത് പറഞ്ഞിട്ട് പോലും ഇറങ്ങി വന്ന എന്നോട് കാക്കയാണോ എനിക്ക് ആഹാരം കൊണ്ടു തരാൻ പോകുന്നത്? എൻ്റെ ദൈവമേ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? കാക്ക എന്തെങ്കിലും ആർക്കെങ്കിലും ആഹാരം കൊടുത്തിട്ടുണ്ടോ? അത് തട്ടിപ്പറിച്ചും കൊത്തിപ്പറിച്ചും അല്ലേ അതിൻ്റെ ശീലം എന്നൊക്കെ ഞാൻ പറഞ്ഞാനെ. പക്ഷേ ഏലിയ പ്രവാചകൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഏലിയ പ്രവാചകൻ ദൈവം എന്താണോ പറഞ്ഞത് അത് ഏലിയ പ്രവാചകൻ കേട്ടു. ഏലിയ പ്രവാചകൻ വിശ്വസിച്ചു. അവൻ ആ വിശ്വാസത്തിൽ കെരീത്തിലേക്ക് യാത്ര തിരിച്ചു. കെരീത്തിലെത്തിയപ്പോൾ എന്താണോ അവൻ കേട്ട ദൈവശബ്ദം അവൻ്റെ കണ്ണുകൊണ്ട് കാണുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഏലിയ പ്രവാചകൻ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ, ദൈവം പറഞ്ഞ വാക്കിൽ, ദൈവം പറഞ്ഞ ആലോചനയിൽ, ദൈവം പറഞ്ഞ ദൈവശബ്ദത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ എന്താണോ കേട്ടത്, അവൻ എന്താണോ അവൻ്റെ കാതുകൾ കൊണ്ട് കേട്ടത്, അവനത് കാണുവാനിടയായെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒറ്റ വാക്കിൽ ഈ ദൂത് നിങ്ങളോട് ഞാൻ പറയുകയാണ്: നിങ്ങൾ കേട്ടത് നിങ്ങൾ പ്രാപിക്കും, നിങ്ങൾ കേട്ടത് നിങ്ങൾ പ്രാപിക്കും, നിങ്ങൾ കേട്ടത് നിങ്ങൾ കാണും. ഹല്ലേലൂയ.